പ്രകാശിയുടെ ഒരു ഫിലിമിൻ്റെ റിയാക്ഷൻ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ശരിയായ സമയത്ത് ഞങ്ങൾ ദുബൈയിൽ പോയി. അപ്പം ഹോട്ടൽ ലോബിയിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ബി മൈ ഗസ്റ്റ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ്കോഴ്സ് ഷാറൂഖ് ഖാനെ കണ്ടിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നോക്കി നിന്ന് ഞാൻ പേഴ്സണലി സ്ട്രെയിറ്റ് 30 മിനിറ്റ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരിക, അത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആദ്യം ഇങ്ങനെ ചിരി വരുന്നുണ്ട്, പിന്നെ ഞാൻ നോക്കുമ്പോൾ പല നാഷണാലിറ്റീസിലുള്ള ആൾക്കാരും വന്നിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ആഡ് എല്ലാവരുടെയും മുഖത്തൊരു ചിരിയുണ്ട്, എല്ലാവരും അത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യത്തിൽ എന്താ പറയുക, അതിൻ്റെ ഒരു പേർപ്പസ് സെർവ് ചെയ്തു എന്ന് പറയണ ഒരു പോയിന്റ് ആണല്ലേ. ആ ഒരു എക്സ്പീരിയൻസ് പറയൂ, ആ ഒരു ആഡ് ചെയ്തതിൻ്റെ. അതും ഇതേപോലെ വളരെ ചില കാര്യങ്ങൾ ഒത്തുവരുന്നതല്ലേ. ഒരു രീതിയിലും ഇതെവിടെ ചെന്നെത്തും എന്നറിയാൻ പാടില്ലാത്തൊരു സ്പേസാണ് ഐ തിങ്ക് ഒരു ക്രിയേറ്റീവ് ഏതൊരാൾക്കും എക്സൈറ്റിങ്. വളരെ തിൻ ലൈനിൽ നിൽക്കുന്ന ഒരവസ്ഥ. അത് ആക്ച്വലി അതിനൊരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നില്ല. The minute SRK got signed with Dubai, he is the one contacted saying, there's nobody, it's just you and me. I think it'll be brilliant. Let's just do some interesting stuff. I said, why not? I mean, for sure. And that vittu. Appam enikku also I have very close friend of mine constantly educates me with lot of films that I didn't even many a times expose cheyyatha pala information. A friend of mine based in Bangalore called Hari. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആണ്. ബിക്കോസ് ജസ്റ്റ് കോൺവെർസേഷൻ ഇസ് ഗുഡ് ഇനഫ് ദറ്റ് യു വിൽ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ജസ്റ്റ് ബീങ് വെരി സിമ്പിൾ ഹ്യൂമൻ ബീങ് ബട്ട് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഹരി യൂസ് ടു ഹെൽപ്പ് മീ വിത്ത് ലോട്ട് ഓഫ് ഫ്രീലാൻസ് സിറ്റുവേഷൻസ് ലൈക്ക് ദിസ്. വെൻ യു നമുക്കൊരു ക്രിയേറ്റീവ് ഏജൻസിയോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലാത്ത സമയത്ത് പല സമയത്തും ഡിറക്റ്റ് ക്ലയൻറ്റ്സ് ദേ കോൾ. ആ സമയത്ത് അവർ പറയും, can you just do one campaign for us? I said, yeah, I'm not an agency, I can't build your brand, I can make a film or a campaign. അങ്ങനത്തെ സമയത്തൊക്കെ you have people like Hari to help you out with this. So I'll just brief. അങ്ങനെ ഉണ്ടായി ഒന്നൊരു എങ്ങും എത്തിയില്ല. പല ideas we decided, and I'm also busy doing other things. And it was, I think, a week before he came out with this line saying that, Varma, be my guest. What do you think? I said, that's brilliant. Be my guest. Wow. അതിൽ കുറേ കാര്യങ്ങളില്ല. And then eventually we decided not to make a film which is a story. ഹരി ഇങ്ങനെ 3-4 കാര്യങ്ങൾ പറഞ്ഞതിൽ ഈ പബ്ലിക് സ്പേസിൽ when you see him how people react, then what happens is he will look like part of Dubai. Okay, as in we'll figure out. ഭയങ്കര ഡിഫിക്കൽട്ട് ഫിലിമായിരുന്നു to actually make it. കാര്യം I'm just throwing such a huge figure. Okay, I think more than Bombay or anywhere else in Delhi, Dubai, you have much more people coming and lot more people, you know, they all like, he's a huge figure, and I'm just pushing him public ഏരിയയിൽ റെസ്റ്റോറൻറ്റിലും ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ പുഷ് ചെയ്തിട്ട്, ഓഫ് കോഴ്സ് ഐ എം പ്രിപ്പയർഡ് വിത്ത് ഇഫ് എനിത്തിങ് ഹാപ്പൻസ്, യു ആർ ട്രൈങ് ടു ഫൈൻഡ് റിയാക്ഷൻ. ഇതിൻ്റെ അകത്തൊരു സംഭവം വെച്ചാൽ അതിന് ആ ഷൂട്ടിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടച്ച് സോ ദാറ്റ് ഐ എക്സ്പ്ലെയിൻ വാട്ട് യു ആർ വാക്കിംഗ് ഇൻ. ആ കോൺവെർസേഷൻ നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്നും. അതായത് യു ഹാവ് നോ ക്ലൂ ഇവിടെ എന്താണ് പരിപാടി പ്ലാൻ ചെയ്തതെന്ന് അറിയാത്തൊരവസ്ഥയിൽ അതൊന്ന് അറ്റ്ലീസ്റ്റ് ഐ വോണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ്. പക്ഷേ അത് നടന്നില്ല ആ സമയങ്ങളിൽ. കാര്യം പല തിരക്കുകൾ കാരണം ഈ വാസ് ബിസി ട്രാവലിംഗ്. ഷൂട്ടിങ്ങിന് അന്ന് രാവിലെയാണ് ഞാൻ പറയുന്നത്, ദിസ് ഇസ് മൈ പ്ലാൻ ആൻഡ് ഐ ഹാവ് ബാക്കപ്പ് ഓപ്ഷൻ. പക്ഷേ ഇറ്റ് ഇസ് ജസ്റ്റ് ദ വേ ഹി ഈസ് ഇൻ so comfortable to work, and when you push him to such difficult spaces, like you got to be in an aircraft inside the main front cabin, അവിടെ 2 സീറ്റ് മാത്രമേ ഉള്ളൂ, without anybody
വിത്ത് എ ടിഷ്യൂ അണ്ടർ ദ സീറ്റ്. കാര്യം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്ലെയിനിൽ മുഴുവൻ ആൾക്കാരെ ഞാൻ എന്തോ യു ആർ ഗോണ ജമ്പ് ഔട്ട് ഓഫ് ദ തിങ്, ദുബായിക്ക് എന്തോ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഗോപ്രോ അത് ഇതൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ജമ്പിങ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ക്യാപ്ചർ ചെയ്യാന്നിട്ട് അതിന്, അല്ലാതെ വലിയ അഡ്വർടൈസിങ് എൻ്റെ ഫുൾ ബാക്കപ്പ് സെറ്റപ്പ് ആർക്കും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവരെ എല്ലാവരും അകത്തോട്ട് കയറ്റിയിട്ട് ഇഫ് ഐ ആസ്ക് SRK to come, because it is an airstrip and all that, it's a huge, vast, very, very big, massive landscape, no? And he comes with some, all, of course, I mean, because of security, whatever, 4-5 cars and all that, they'll know somebody is coming. But the only option is to put him first. ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എയർക്രാഫ്റ്റ്സിന് നോർമലി എയർകോണും ഒന്നും ഉണ്ടാവില്ല. So it's basic, because it takes you up and you jump off. I think around 25-30 minutes hot. ഒരു 10-10:30 മണി രാവിലെ ചൂടെന്നൊക്കെ പറഞ്ഞാൽ അണ്ടർ ദ സീറ്റ്, ഏത് പൈലറ്റിൻ്റെ ആ ചെറിയ സീറ്റിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുക. കുറച്ച് ടിഷ്യൂ പേപ്പറുണ്ട്, ഞാനും ഇപ്പുറത്തിരിപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ പേപ്പർ കൊടുക്കും. സ്വെറ്റ് ചെയ്യുമ്പോൾ can you imagine? I mean, അതാണ് ട്രൂ സ്പിരിറ്റ് ആൻഡ് the joy when you work with such professionals. And ഒരു സമയമായി ഐ തിങ്ക് യു ഷുഡ് ഗോ ഇൻ റൈറ്റ് നൗ. അപ്പോൾ ഇവരെയൊക്കെ കയറ്റിയിരുത്തി ഓക്കെ എന്നൊക്കെ പറയുന്നത് ടക്കെന്ന് പറഞ്ഞ് when he comes, you don't know how people are going to react. Sometimes also ഈ പല തരത്തിലുള്ള ആൾക്കാരല്ലേ. ഞാൻ ചിലപ്പം ഒരാളെ കണ്ട് ഞെട്ടിയാക്കാം. ഓക്കെ, ഞാനെന്തിനാ ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നാകാലോ. ഈ പ്ലാൻ ചെയ്തത് മുഴുവൻ പൊളിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് റിസ്ക് എന്ന് പറയുന്നത് ഐ ആം ആക്ച്വലി ഓൾസോ വേസ്റ്റിംഗ് ഹിസ് ടൈം. ദിസ് ഇസ് വാല്യുബിൾ ടൈം. ടൈം ഇസ് മണി ഫോർ സച്ച് ബിഗ് ഫിഗേഴ്സ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ 3 ദിവസത്തിൽ ഒരു 5 hours ഞാൻ വേസ്റ്റ് ചെയ്തു. കാര്യം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞാലും എൻ്റെ പോയി അങ്ങനെ റിയാക്ട് ചെയ്തിട്ടും എനിക്കൊരു മൊമെന്റ് ഉണ്ടാവുന്നില്ല. മനുഷ്യന് പ്രാന്താവണം. ചിലവർ പറയും ഹലോ എന്നൊക്കെ പറഞ്ഞിരിക്കും, നമുക്ക് പോയി. അപ്പം ഞാൻ ഐ ഹാഡ് എ ബാക്കപ്പ് 30 people, വേറൊരു സ്പേസ് എടുത്തിട്ട് അവരെ അവിടെ ഇരുത്തിരിക്കുക. ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഈ പ്രോസസ്സ് മുഴുവൻ ഐ വിൽ സെൻഡ് ഹിം ബാക്ക്, ക്ലീൻ അപ്പ് എവറിത്തിങ്, whatever, put him back again, എന്നിട്ട് ഇവരെ തിരിച്ച് കൊണ്ടുവരും and try another. And I told him, I may not get by, end of it. എനിക്ക് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു തിൻ ലൈനിൽ ഇങ്ങനെ ഇതിലൊന്നും ഒരു ഫിലിം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഫുട്ടേജ് ഉണ്ടാവുമോ എന്നാണ് നമ്മൾ ആദ്യം എനിക്കൊരു can I make at least 30, forget about 60, ഒരു 30 സെക്കൻഡ് എഡിറ്റ് ചെയ്യാനുള്ള ഫുട്ടേജ് മെറ്റീരിയൽ ഉണ്ടാവുമോ എന്ന് പോലും നമുക്കറിയില്ല. ആദ്യത്തെ ആ സീക്വൻസിൽ അതാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. പക്ഷേ അത് മെനി അതർ സീക്വൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കണ്ടിട്ട് അപ്പോൾ ബീച്ചിൽ ഓടുന്നൊരു സീക്വൻസ് ഉണ്ട്. അത് ഇതുപോലെ 4 പേരെ പ്ലാൻ ചെയ്തു. ആദ്യം ഓടുന്നത് ഇപ്പോൾ ബീച്ചിൽ ഓടുക എന്ന് പറയുന്നത് എനിക്ക് സെറ്റപ്പ് എന്തായാലും ചെയ്യണം. എന്തുകൊണ്ടാണ്? ചിലപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾസോ വി ആർ ലൈക്ക് ടെക്നിക്കൽ സ്റ്റഫ്, നോ, പക്ഷെ നോബഡി നോസ് ഹീ ഈസ് ദെയർ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അവിടെയാണ് ഷോക്ക് എന്ന് പറയുന്നത്. അവിടെ എനിക്കൊരു മൊമെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തലേ ദിവസം ഞാൻ പ്രീവിയസ് ഈവനിങ്ങിൽ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടുത്തെ മാനേജർ വാസ് എ മലയാളി ആൻഡ് വി വർ ടോക്കിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫേസ് ആൻഡ് ഒരു കട്ട ലുക്കും ടോൾ ആൻഡ് കട്ട ടീം. ഈ ഒരു ക്യാരക്ടർ ഞെട്ടിയ മൊമെൻ്റ് ഉണ്ടാവും. കാര്യം കണ്ടാൽ ഞെട്ടണ ടീമൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരാളൊരു അവിടെ തളർന്നൊക്കെ വീഴാൻ ചിലപ്പോൾ വലിയൊരു മനുഷ്യൻ, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് ചോദിച്ചു, ക്യാൻ യു കം ടുമോറോ, ഐ എം ജസ്റ്റ് ഡൂയിങ് സം ബീച്ച്. ഇവിടെ ബീച്ചുണ്ട്, കുറച്ച് ബീച്ചിലിങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും, ബാക്ക് ബിൽഡിങ്. അപ്പം ഇഫ് യു കെൻ ജസ്റ്റ് റൺ ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ, ഒരു വൈബ് ഉണ്ടാവും. നല്ല ടോളല്ലേ, അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ചെറിയ ക്യാമറയിൽ ജസ്റ്റ് വോണ്ട് ടു ക്യാപ്ചർ, ഇഫ് യു ഓക്കെ വിത്ത് ഇറ്റ്. ചെറിയ പരിപാടിയാണോ? ആ ചെറിയ പരിപാടിയാണെന്ന് പറഞ്ഞു. സോ ഓൾ മൈ ക്യാമറസ് ആർക്കും കാണില്ല അവിടെ. ഇറ്റ്സ് ഓൾ ലൈക്ക് ലോങ് ലെൻസ്, ഫ്രണ്ടിൽ, ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ബാക്ക്, ആൻഡ് ഐ ആം ഓൺ എ സ്മോൾ ടെൻറ്റ്. പിന്നെ കുറേ നോർമൽ കാർസിൻ്റെ അപ്പുറം പുള്ളിയുടെ വണ്ടി കാരവനൊക്കെ ഇട്ടിരിക്കുക. അപ്പം പ്ലാൻ ഇസ് ആക്ച്വലി ഐ കെൻ സീ ഇൻ ദ മോണിറ്റർ ആൻഡ് ഐ ലാസ്റ്റ് ദിസ് ക്യാരക്ടർ ടു റൺ.
പോകുമ്പോഴത്തേക്കും ഞാൻ ഐ തിങ്ക് യു ഷുഡ് ലീവ്. സോ അപ്പോൾ വലിയൊരു ലോങ് പാത്ത് ആണ്. സോ ഹി വിൽ റൺ ഫ്രം ദ നടന്ന് അടുത്തുകൂടെ പോയി. ആൻഡ് ദെൻ ഐ എം സീയിങ് ദറ്റ് ഐ കൻ സീ ഇൻ പ്രൊഫൈൽ ഹീ ഈസ് റണ്ണിങ്, SRK ഈസ് റണ്ണിങ്. ഇപ്പോൾ 2 ഫേസ് വരെ ആൻഡ് ഈസ് വെരി ക്ലെവർ. ഈ ഓൾസോ നോ ലെൻസിങ് ഒക്കെ അറിയില്ല. അപ്പോൾ ഒരിക്കലും കവറാവില്ല. വെൻ യു വർക്ക് വിത്ത് പ്രൊഫഷണൽസ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ചിലപ്പോൾ കവറാവും. ഒരു ക്യാമറ ഇരിക്കുമ്പോൾ ഈ ഫേസ് ബാക്കിലത്തെ ഫേസ് കവറായി പോകും. ബട്ട് ഈസ് ജസ്റ്റ് ഓൾവേസ് റൈറ്റ്, ഓൾവേസ് യു ക്യാൻ സീ. പോയിട്ട് നമ്മൾ സാധാരണ ഓടുമ്പോഴേ ഇപ്പം എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഓടാൻ പറഞ്ഞു. സാധാരണ നമ്മളിപ്പം ഫുഗർ അബൌട്ട് ഫിലിം ഓടുമ്പോൾ ഒരാൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ നാച്ചുറലി നോക്കൂലേ, നമ്മൾ നോർമലി നോക്കുമല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പം അങ്ങനെ ഒരു ഐ തിങ്ക് ഒരു 30-40 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഹി ജസ്റ്റ് ഡിസൈഡ് ടു പുഷ് ലൈക്ക് നോക്കൂല. അപ്പോഴും ഉണ്ടല്ലോ നോക്കുകയല്ല. കാര്യം ഐ തിങ്ക് യു കാൻ ബ്ലെയിം ഹിം ബിക്കോസ് ഹീ നോസ് ഹീസ് ഫിൽംഡ് ആൻഡ് ഹൂസ് ദിസ് ഗൈ ഡിസ്റ്റർബിങ് മീ. അതായിരിക്കും തലയിൽ കൂടെ പോയിരിക്കുക. പക്ഷേ ഇത് നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ. I'm not joking, entire, and it's hot. It was not a short stretch. The whole stretch he ran. There was a time that I can't capture anymore even from frontal because there's nothing now. Our stage, he stopped running. അപ്പോൾ പുള്ളി നിർത്തിയിട്ട് തിരിഞ്ഞിട്ട് ക്യാമറ ഒക്കെ ഇനിയിപ്പോൾ ഒന്നുമില്ല, തിരിഞ്ഞ് പുള്ളി ഞെട്ടി നിലയിരുന്ന് എണീറ്റിട്ട് പറഞ്ഞു ഇറ്റ് വാസ് യു വേർ ഡിഡ് യു കം ഫ്രം. ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കാം. ബൈ ദ ടൈം ഐ മീൻ യു ലോസ്റ്റ് എവറിത്തിങ്. ആൻഡ് ദെൻ ഹി സ്ലോലി വാക്ക്ഡ് വിത്ത് ഹിം, came back to the tent I was shooting. And he said, Varma, I tried every bit, but I mean, you can't blame him. He was a gentle guy. I said, ഇത് നേരത്തെ എൻ്റെ അടുത്ത് പറയുന്നതായിരുന്നോ? I was with him, my God. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ പറയും, പറ്റില്ലല്ലോ. And then second option also didn't work. Third was a lady. She just couldn't, and she was like shocked. And I got that, and then we moved on from there. But ഞാൻ പറഞ്ഞേ, our process was exciting enough because you're handling a huge star. You are telling a very unique situation to eventually say, be my guest, I'm here, right? Was challenging enough, and he's always great to work with. And I always worked interesting stuff with him. And another great campaign was for Fruity, which is also very, very interesting, where lots of kids and all that. So it's good fun. Sometimes when you have a great idea, but you don't know where you're heading. You may not have a film by the end of the day. And I like that kind of space. Edge-il നിന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. And also you learn more. And then it gives you confidence that you can push your limits. Tomorrow you can do something which you thought was impossible. Just try it out. ഇതേപോലെ ഭയങ്കരമായിട്ട് ആളുകൾ ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഫേസ്ബുക്കിൻ്റെ ചെയ്തത്. അതും പേഴ്സണലി പ്രകാശിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാര്യം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കി എനിക്ക് ടീം ബിൽഡിങ് ടു മേക്ക് എ ഫിലിം. നമ്മളിങ്ങനെ റെഡിയായി വരുമ്പോൾ ഒരു ഐ എം ടോക്കിംഗ് അബൌട്ട് സിനിമ, യു ഗെറ്റ് എക്സൈറ്റഡ് അബൌട്ട് ആൻ ഐഡിയ. ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ട്രൂലി ബിലീവ് എനിക്കൊരിക്കലും പറ്റില്ല. I need a support system. Everybody needs. ഇങ്ങനെ ബിൽഡ് ചെയ്ത ഐഡിയ വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും. ഒരു 5-8 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ഐഡിയയുടെ ഗുണമേ പോയി കാണും. ബിക്കോസ് ദാറ്റ്സ് അത്രയ്ക്ക് ഫാസ്റ്റാണ് കറൻ്റ്ലി തിങ്സ് ആർ ഗോയിങ്. ലുക്ക് അറ്റ് the kind of beautiful films that we make just in Malayalam. It's a huge conversation globally, not just in our country. ആ സ്പീഡിൽ പോകുമ്പോൾ റെലവൻസ് പോകും. Then you think about the other thing. അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ലോങ് ഫോമാറ്റ് ചെയ്യണമെന്നും അതാണ് ഇവൻച്വലി, ബിക്കോസ് ദാറ്റ് മങ്കി ഈസ് ദെയർ ഇൻ മൈ ഷോൾഡർ ഫ്രം ചൈൽഡ്ഹുഡ്. സിനിമ അത് ഞാൻ ഇറക്കി വെക്കാതെ എനിക്ക് സ്വൈര്യം കിട്ടില്ല ഒരിക്കലും. And I'm sure and I'm confident there will be that time which I said the right team. അതില്ലാതെ ഇത് എപ്പോഴും ഉണ്ടാവും പുറകിൽ, രാവിലെയും വൈകുന്നേരവും രാത്രിയും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നൗ യു കട്ട് ഓഫ് യു ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ലോങ് ഫോമാറ്റിന് പോകുന്നോറും ഇവിടെ ടെക്നോളജി ഈസ് ഗോയിങ്
completely in a different direction. Now social media is so powerful, and Facebook came and they told, is there any possibility now bigger brands that they can communicate such platforms, shorter films. You know short എന്ന് പറഞ്ഞാൽ 10-second films. I said, okay, wow, that's brilliant. അങ്ങനെ ഒരു ഫസ്റ്റ് ഇപ്പം സിതാര പറഞ്ഞ ക്യാമ്പയിന് 2 വർഷം മുമ്പ് they approached. And that was only 2 films. And I really didn't like the basic space of it, so I didn't do it. I think that was done by Kiran, Amir's wife. That was just 2 films. And this time around, it came back. And I said, okay, but I'll change the structure. Karim, I'm taking this on purely because of one reason. 10 സെക്കൻഡിൽ കഥ പറയുക, ഓക്കെ, അതിൽ 3 സെക്കൻഡ് ഞാൻ എന്തിനാണ് ഈ കഥ പറയുക എന്ന് പറയുന്നൊരു കാര്യം അഡ്വർടൈസിങ്ങിൽ വേണമല്ലോ. ഓക്കെ, നല്ല കഥയൊക്കെ എന്താണ്, ദിസ് ഇസ് ഫോർ തം സ്റ്റോപ്പേഴ്സ്, വിച്ച് ഇസ് ദ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം ദാറ്റ് യു കൻ അഡ്വർടൈസ്. അത് പറഞ്ഞില്ലെങ്കിൽ എന്ത് കാര്യത്തിന് ഡോക്യുമെൻ്ററി ചെയ്താൽ മതിയല്ലോ, ഷോർട്ട് ഫിലിംസ് ചെയ്യാമല്ലോ. ആൻഡ് ദെൻ ദാറ്റ് മീൻസ് 3 സെക്കൻഡ് അവിടെ പോയി. Then I'm going to tell a story in 7 seconds. So ഒരു ഡയറക്ഷനിൽ 3 മണിക്കൂർ കഥ പറയാൻ ഇരിക്കുമ്പോൾ things are coming completely in different direction. I said, I'll try this. 7 seconds ഞാൻ കഥ പറയും. ഇതിൽ ഞാൻ 20 films let's approach. And there were different writers writing from different places. But I said, we will restructure because ഇതിൽ സ്ട്രക്ചറിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഒരു ഷോട്ടിൽ ഒരു മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ലൈക്ക് യു ആൻഡ് മീ സിറ്റിംഗ്, can I create a moment without complicating with 10 shots? 2 shots, maximum 3 shots. And I'll have to explain that moment. Can I do that? And ഒരു 10-20 approach ചെയ്താൽ ഒരു 12 വർക്ക് ചെയ്യും. And that was the best next step for me to sit and craft each of those sequences with my team. Huge learning process, huge, and nothing technical about it. It is just pure moments and structuring. So ഇപ്പം നേരത്തെ നമ്മൾ ബി മൈ ഗസ്റ്റിനെ പറ്റി പറയുന്നു. You can imagine the kind of excitement as a creative person and a storyteller. Then you walk into a situation like this, correct? Which is also challenging. You don't know eventually, will I get? I'm saying, okay, 12, 2 കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ നിൽക്കണേ. Yeah? So, fortunate to be in such situation. കാരണം നമുക്കിങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ you rather do it. So, very, very happy with our kind of process. I don't know how many worked, but a lot of people called. And I figured it's just people are sending across. Yeah, and Facebook, they got really excited about the whole thing. And it was a happy campaign. ഞാൻ ആലോചിക്കായിരുന്നു, ഏതൊരു വ്യക്തിയാണെങ്കിലും കുറേ നാൾ ആ വ്യക്തി അവർ ചെയ്യുന്ന പ്രൊഫഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നേരെ മറിച്ച് ആ പ്രൊഫഷൻ തിരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ഓവർ 23 years എന്തൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് പ്രകാശ് വർമ്മ ആസ് എ പേഴ്സൺ എത്ര മാറിയിട്ടുണ്ട്, ഈ പ്രൊഫഷൻ എത്ര വേറെ രീതിയിൽ താങ്കളുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഹ്യൂജ് സിത്താര, ഹ്യൂജ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ വളരെ ബേസിക് എക്സ്പോഷറിൽ നിന്ന് ഒക്കെ നമ്മളിങ്ങനെ വന്ന് when you thrown into a situation where you have a big marketing, huge figures, and they come to you and they trust you with money just purely because they think you are good, to deliver എന്ന് പറയുന്നൊരവസ്ഥയിൽ ആ പ്രഷറിൽ നമ്മൾ പഠിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ബിഹേവിയർ ആയിരിക്കാം, അപ്രോച്ച് ടുവേർഡ്സ് വർക്ക്, ഈ ബലം പിടുത്തം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞു വരും. കുറേയും കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി വരും. നമ്മളെപ്പറ്റി തന്നെ കുറേ നെഗറ്റിവിറ്റീസ് അറിയാൻ പറ്റും. ആൻഡ് മോർ ആൻഡ് മോർ യു ഗെറ്റ് റിലാക്സ്ഡ്, ദെൻ യുവർ അപ്രോച്ച് ബിക്കംസ് മച്ച് മോർ ഈസിയർ. അങ്ങനെ പല മൾട്ടിപ്പിൾ ലെയേഴ്സ്. യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പറയേണ്ടത് പറഞ്ഞാൽ മതി. യു ഡോണ്ട് ഹാവ് ടു. ഇപ്പോൾ നമ്മൾ ചിലവരെ നോക്കുമ്പോൾ എന്തൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ, ഹി ജസ്റ്റ് വാക്ക്ഡ് ഇൻ ടു ദ റൂം ഓർ ഷീ ജസ്റ്റ് കെയിം ഇൻ ടു ദ റൂം ആൻഡ് ദെൻ സഡൻലി എവറിത്തിങ് ഇസ് ലിറ്റ് അപ്പ് ബിക്കോസ്
sense of humor, mingling with anybody and everybody. And I was always an introvert. A strange situation, I'll be very quiet. It's impossible for me to open up. And it's very tough actually to get close to anybody. And then when I see people like that, I say, can you be? But then you don't have to be. Adana ende Ridi, and somebody else can actually read it. And people who matters most in our life, they will never judge you. നമ്മുടെ negatives or positive, whatever, they will not judge you. People who matters, really, really important. 4 പേരുണ്ടാവും 5 പേരുണ്ടാവും, whoever it is, and you're the most comfortable in front of them. And they will look at you, whatever the weak side, and they will not judge you. They will be ഇങ്ങനത്തെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റിൽ ഇതൊക്കെ മനസ്സിലാക്കി വരാൻ കുറേ സമയമെടുക്കും. And you're trying to satisfy a lot of people, even trying to be creative and അതിനെപ്പറ്റി സംസാരിക്കലുമൊക്കെ ഒന്നിൻ്റെ ആവശ്യമില്ല. Be very true wherever you are. നമ്മൾ ചെയ്യുന്ന വർക്കിൽ try to be very genuine. അത് റിഫ്ലക്റ്റ് ചെയ്യും. When you sing a song and when you're there inside that booth, of course, prepping and getting to understand where it's heading and all the highs and the lows and all that is fine. പക്ഷെ ഫൈനലി അത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ജെനുവനായിട്ടൊരു കാര്യം ചില സമയത്ത് ഫീൽ ചെയ്യില്ല. ദാറ്റ്സ് ഹൗ യുവർ ടെക്സ്ചേഴ്സ് ആൻഡ് ഹൈ പിച്ച്, ദാറ്റ്സ് ഹൗ ഇറ്റ് ബിഹേവ്സ് ഇൻ ഹൈ പിച്ച്. And when you're facing lots and lots of people in a stage, you're still singing just one person. Ennoru headspace undenge everybody else is okay. Ellarkum adu feel ചെയ്യും. You are not singing for 1,000 people, right? എന്ന് പറയുന്ന പല പല കാര്യങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ. Just being very genuine and true to whoever you are, even if I'm sitting in front of you. This is what I am. And that reflects in your work, in your films, in your songs. എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ ഈ പ്രോസസ്സിലൂടെ നമ്മൾ കാര്യം വളരെ വലിയൊരു കോൺട്രാസ്റ്റിലോട്ട് ഞാൻ പോയി വീണേ. ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൊന്നുമല്ല. ആ സമയത്തൊക്കെ മലയാള സിനിമയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാം, അങ്ങനെയൊന്നുമല്ല. ഇവരൊക്കെ ആരാണ്? ഇവർക്കൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുമോ മൈ ലാംഗ്വേജ്? എൻ്റെ മൊത്തത്തിൽ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോട്ട് ഓഫ് ഇഷ്യൂസ് ദാറ്റ് യു ഹാവ് നോ, അതെല്ലാം യു ജസ്റ്റ് ക്ലീൻ അപ്പ്. ദാറ്റ് ഈസ് പ്യുവർലി ഇൻ ടേംസ് ഓഫ് യുവർ personality wise, your behavior, thinking, all that. In terms of work, of course, because a lot of technology, your style of working, technology അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ try to be really advanced so that you are actually riding the wave. If there's any possibility, you get to know that, okay, this is what it's going to be now next, and try and see how you can put your hands on it and get ആദ്യം ചെയ്യാൻ പറ്റുമോ, can you just tell a story like that എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ടാവാം. പിന്നെ ബിസിനസ് അഡ്വർടൈസിങ് ഓൾസോ ചേഞ്ച്ഡ്. അന്നൊക്കെ the huge spenders, you have big brands, they're all big even now, all the cola brands and the network, like all these brands, mobile network companies, these are all huge brands. But in last 10 years, I see a huge difference in the market, and again fortunate that I'm still part of it and being with some very cream interesting projects, because a lot of it today changed. And today my client in front of me is not a big corporate 15 people, okay, big marketing head alla 28 വയസ്സുള്ള ഒരു young entrepreneur ആയിരിക്കും, and he is in an online business. It must be like a lot of brands. Dream11 is a huge brand sponsoring IPL. It's gaming, which is cricket. There's a lot of brands, Korea online, like you know how Byju's is doing. So Byju's, so the new business format, and they are all very young. Our ideas are very different, and their conversation is interesting. It's not something that you're used to. It's a pudiya generation, pudiya business,
and also in your communication, ആ ഒരു style you'll have to adapt and try and see how you can do it. There's a lot of changes in terms of business. അപ്പോൾ കുറേ കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ദർ ഇസ് നത്തിങ് കോൾ വിച്ച് ഇസ് കംപ്ലീറ്റ്. തീർച്ചയായിട്ടും 23 വർഷം അഡ്വർടൈസിങ്ങിൽ എനിക്ക് പല കാര്യങ്ങളും ഇന്നും അറിയില്ല. പല കാര്യങ്ങളും ഓരോ സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അറിഞ്ഞു പോവുക. ഞാൻ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐ എം ട്രൈങ് ടു ഷാർപ്പൻ ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ട്രൈങ് ടു ഡെലിവർ. എത്രയും വ്യത്യസ്തമായിട്ട് കഥ പറയാൻ പറ്റുമോ, ജസ്റ്റ് ടു ബി ദർ, ആൻഡ് യു എൻജോയ് ദ പ്രോസസ് ഓഫ് ഷിഫ്റ്റ് ആൻഡ് ചേഞ്ചസ് ആൻഡ് ജനറേഷൻസ് ആൻഡ് ഓൾ ദാറ്റ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്.